എൻ്റെ പൊന്നെ, ഇവൾ എന്തിനുള്ള പുറപ്പാടായത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൾ ഇത്രയും വലിയൊരു യൂട്യൂബർ ആവാനുള്ള ശ്രമമാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള രംഗമാണ് നിങ്ങളിത് കണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ നിന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് പാത്രം കിടപ്പുണ്ടായിരുന്നു. സിങ്ക് കഴുകിയിട്ടില്ലായിരുന്നു പോകാൻ നേരത്ത്. അപ്പം വന്നിട്ട് ചെയ്യാം എന്നുള്ളതിന് വന്നോണ്ട് സിങ്കിൽ 2 പാത്രം കിടപ്പുണ്ടായിരുന്നു, അതും കഴുകി. പിന്നെ കുറച്ച് സിങ്കിൻ്റെ മേളിലെല്ലാം കഴുകിയിട്ടിട്ട് പിന്നെ കുറച്ച് ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കടയിൽ തന്നെ ഇരുന്നപ്പോൾ തന്നെ വെട്ടി കഴുകി വെച്ചു. അപ്പോൾ പിന്നെ ഇനി ഉപ്പിട്ട് കഴുകി വെച്ചതാണ്. അപ്പോൾ പിന്നെ ഇനി നമുക്കതിനെ വാഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി. അങ്ങനെ അതിനെ തട്ടിപ്പറക്കി ഇട്ടിട്ട് നല്ലോണം 3-4 വെള്ളം വാഷ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകിയതായിരുന്നു. അതുകൊണ്ട് നല്ലോണം കഴുകി അതിൽ നിന്ന് നല്ല നെയ്ച്ചാളയായിരുന്നേ. പക്ഷെ വില കേൾക്കരുത്. വില ചോദിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോവും. 380 രൂപയായിരുന്നു 1 കിലോ ചാളയുടെ വില. പക്ഷെ നെയ്ച്ചാളയായിരുന്നു. എങ്കിൽ അതുകൊണ്ട് പിന്നെ പോട്ടേന്ന് വെച്ച് കുഴപ്പമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മീനില്ലാത്ത സാഹചര്യമാണ്. എങ്കിലും പോട്ടെ, അതിനെ മുളകിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ചെടുത്ത് പൊരിക്കാനുള്ള മീൻ മുട്ടയും അതും കൂടി ചേർത്തിട്ട് പൊരിച്ചു. പിന്നെ കുറച്ച് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടാലോ പിള്ളേർ. അങ്ങനെ ഞാൻ പെട്ടെന്ന് അതിനെ പാല് കാച്ചിയപ്പോൾ തറയിൽ തൂവിപ്പോയി. അതുകൊണ്ട് പിന്നെ ഈസ്റ്ററിൻ്റെ സേമിയ പായസം കിട്ടാൻ ഞാൻ എടുത്തത്. പിന്നെ അതിനെ നല്ലോണം കഴിച്ചിട്ട് നെയ്യിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രം റോസ്റ്റ് ചെയ്തതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നെയ്യാണ്, മുരളിയാണ് വാങ്ങിച്ചത്. ഓരോ നെയ്ക്കും ഓരോ വിലയല്ലേ. പക്ഷെ എല്ലാം നെയ്യല്ലേ എന്ന് ചോദിക്കുന്നവരോട്, എല്ലാം നെയ്യാണ്. പക്ഷേ എന്താണെന്നുണ്ട്, ഓരോ സാധനങ്ങൾക്കും ഓരോ നാട്ടിലും ഓരോ ബ്രാൻഡ് മാറുന്നതും വില വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അതിനെ കാച്ചി. ഒരാൾക്കാണെങ്കിൽ എല്ലാം പോകും, ഒരാൾക്കാണെങ്കിൽ അതിൻ്റെ പാല് മാത്രമേ പോകൂ. പിന്നെ അതിനെ വെച്ചിട്ട് പിന്നെ കുറച്ച് മീൻ മുട്ട കിട്ടിയായിരുന്നല്ലോ, അതിനെ വറക്കാനും കൂടി വെച്ചു. പെട്ടെന്നാണ് ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻമുട്ട ഒരു പിന്നെ മണമായിരുന്നു, കഴിക്കാൻ തോന്നി. പക്ഷേ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടേക്കുന്നത് കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഒരു 5-6 ചാളയും കൂടി എടുത്ത് പൊരിച്ച് ഇന്നത്തേക്ക് അത്രയും അത്താഴത്തിനുള്ളതായി. പിന്നെ അപ്പമായിരുന്നു ഇതിൻ്റെ കൂടെ കഴിക്കാനെടുത്തത്. നല്ല സോഫ്റ്റായിരുന്നു, നല്ല മൊരിഞ്ഞപ്പമായിരുന്നു. മോക്ക് അതിനിടയിൽ മുരിഞ്ഞ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം മുരിഞ്ഞ് തന്നെ അപ്പം എടുത്തു. അതിൻ്റെ എൻ്റെ ഭാഗം മാത്രമേ അവിടെ തിന്നത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അവിടെ കഴിക്കത്തില്ല. അപ്പം ഇന്നത്തേക്കത്തേ ഉള്ളൂ. ഓക്കെ, ബൈ.